ഹലോ ഫ്രണ്ട്സ്, സിഫ ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു പേപ്പർ കൂടെയാണ്. കണ്ടില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം ഒരു പേപ്പർ ആവശ്യമാണ്. ഒരു പേപ്പറല്ല കേട്ടോ, പേപ്പർ. അത് എന്നിട്ട് നമ്മൾ നീളത്തിൽ ഇതുപോലെ അങ്ങ് വെട്ടിയെടുക്കുന്നു. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ചധികം പേപ്പർ ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഈർക്കിൽ വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. കുറച്ച് നീളമുള്ള പീസ് തന്നെ വേണം, കുറച്ച് നീളമുള്ള ട്യൂബ്സ് ആക്കി മാറ്റിക്കുന്നു. അപ്പം നമുക്കൊരു എനിക്കിപ്പോൾ ചെയ്യാൻ ഇവിടെ ഒരു 50ഓളം ട്യൂബ്സ് ഏകദേശം ആവശ്യമാണ്. അപ്പോൾ കുറച്ച് അധികം തന്നെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് നമുക്ക് വേണ്ടുന്ന ആ ഒരു സൈസിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു പെന്ന് വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പശ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു പീസ് ഉണ്ടാക്കി, ഇതുപോലൊരു കുറച്ചധികം പീസ് ഉണ്ടാക്കുക. ഇനിയിപ്പം നമ്മൾ എല്ലാത്തിൻ്റെ നടുവിലും ഒരു ഹോളുണ്ട് കേട്ടോ, അത് നോക്കുക. ഇനിയിപ്പം നമ്മൾ പെന്ന് വെക്കാതെ തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. നേരത്തെ ഉണ്ടാക്കിയ പോലെ കുറച്ച് വലിയ റോൾ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാത്രം കണ്ടില്ലേ, നേരത്തെ ആ പേപ്പർ പാത്രത്തിൻ്റെ ബേസ് ഭാഗം ഏറ്റവും താഴെ വശം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പശ വെച്ച് അതവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പം നമ്മുടെ നെക്സ്റ്റ് പീസ് എടുത്ത് ഇതുപോലെ അതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചുറ്റാൻ തുടങ്ങുന്നു. വീണ്ടും ചുറ്റി ഇതുപോലെ കൊണ്ടുപോവാണ്. ഇനിയിപ്പം അത്യാവശ്യം കുറച്ച് നമ്മുടെ ഈ പാത്രം എടുക്കുന്നത്, ഞാനിപ്പോൾ സൈസിന് ഫോർ എക്സാമ്പിൾ ഇതാണ് എടുക്കുന്നത്. അപ്പം ഇതിലൊന്ന് വച്ച് നോക്കുകയാണ്. അത് ഏകദേശം സൈസ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. ബേസ് ചെയ്തത് ഏകദേശം സൈസ് വെച്ച് നോക്കിയിട്ടാണ്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കുഞ്ഞ് പീസില്ലേ, അങ്ങനെയുള്ള കുഞ്ഞ് ഓരോ പീസും നമ്മളൊന്ന് പശ വെച്ചിട്ട്, ഫെവിക്കോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് പശ വെച്ച് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പാത്രത്തിന് അകത്തായിട്ട് നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം ഏതുവരെയാണോ സൈസ് അതും നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ രണ്ട് പീസസിൻ്റെ ഇടയിലും ഇതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോൾ കൊടുത്താൽ അത് നല്ല ഭംഗിയായി ടാപ്പ് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആക്കി ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്തതും ഇതുപോലെ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നിർത്താവുന്നതാണ് കേട്ടോ. നിർത്താവുമ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു പാത്രമായിരിക്കും കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു തേർഡ് റൗണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് ഏത് പാത്രമാണോ ആവശ്യം, ഏത് സൈസിലാണോ ആവശ്യം, ആ ഒരു സൈസുള്ള പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വെച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം ഒട്ടാൻ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെന്തൊന്ന് എടുക്കുകയാണ് അതിന്. അതിനുശേഷം നമ്മൾ അക്രൈലിക് കളറില്ലേ, അതിൽ ബ്ലൂ എടുത്ത് നമ്മൾ ഈ ഒരു പാത്രം മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം എല്ലാ ഭാഗവും ഫില്ലാവുന്ന തരത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കളർ ചെയ്യുമ്പം ഈ രണ്ട് പീസസിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്സ് ഉണ്ടല്ലോ,
അവിടെയൊക്കെ ഒന്ന് ഫില്ലായിട്ട് ചെയ്യാനൊന്ന് നോക്കണം. ഒന്ന് ഫുള്ളി ഫിൽഡായിട്ട് ചെയ്യാൻ നോക്കണം. എന്നാലേ അതൊരു വൃത്തിയായിട്ട് ഉണ്ടാവും. കൂടാതെ ഞാനിപ്പോൾ ഇതിനകത്ത് ആ ഹോൾസ് ഇല്ലേ, ഓരോന്നിൻ്റെ സെൻറ്റർ, അവിടെ ഞാൻ ഒരു കുഞ്ഞ് തെർമോകോൾ ബോൾസ് ഇല്ലേ, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കളർ പീസാണ് ഉപയോഗിച്ചത്. അത് നിർബന്ധമൊന്നുമില്ല, വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വെള്ളയും നീലയൊക്കെ കൂടി 2 പീസ്, 2 കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കൂടാതെ ഇതിൻ്റെ പുറത്തൊന്ന് കുറച്ച് ഷൈനി ആയിട്ട് ഗ്ലിറ്ററിങ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വേറൊരു പെയിൻ്റ് ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പേപ്പർ കൂട്ട? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഐറ്റമായി കാണാം കേട്ടോ.